ചൈനയിൽ മിലിറ്ററി പരീക്ഷണത്തിനായി കണ്ടുപിടിച്ച ഒരു കളി ഇന്ന് എങ്ങനെ ലോകമെമ്പാടും ആരാധകരുള്ള ഫുട്ബോൾ കളിയായി മാറി. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലെ ഡാൻ ഹൈനാസ്റ്റിയുടെ കാലത്ത് അവിടെയുള്ള സൈനികർ പരിശീലനത്തിന് വേണ്ടിയും വിനോദത്തിന് വേണ്ടിയും കാലുപയോഗിച്ച് പന്ത് തട്ടുന്ന ഒരു കളി കണ്ടുപിടിച്ചു. ഇവർ ഈ കളിയെ കൂജു എന്ന് വിളിച്ചു. വട്ടത്തിൽ ഒരു ഗോൾ പോസ്റ്റ്, ഈ ഗോൾ പോസ്റ്റിലേക്ക് കാലുപയോഗിച്ച് ബോൾ തട്ടിയിടണം. ഇതാണ് ഈ കളിയുടെ നിയമം. ഇവർ കൂജുവിൻ്റെ ബോൾ നിർമ്മിച്ചത് മൃഗത്തോല് കൊണ്ടും മുടി കൊണ്ടും അതുപോലെ തന്നെ തൂവൽ കൊണ്ടുമാണ്. എന്നാൽ ഫുട്ബോളിനോട് ഇതേപോലെ സാമ്യമുള്ള കളികൾ ചൈനയിൽ മാത്രം ഉണ്ടായിരുന്നതല്ല. ഏകദേശം ഇതേ സമയത്ത് ഗ്രീസിൽ എപ്പീസ് കൈറോസ് എന്ന ഒരു കളി ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഇന്ന് കാണുന്ന റഗ്ബിയുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്. ഫുട്ബോളിൻ്റെ പല നിയമങ്ങളും ഈ കളിയിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് ഫിഫ എപ്പീസ് കൈറോസിനെയാണ് ഫുട്ബോളിൻ്റെ ആദ്യകാല രൂപമായി വിശേഷിപ്പിക്കുന്നത്. പിന്നീട് 12ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഫുട്ബോളിന് വേറിട്ടൊരു പതിപ്പ് വികസിപ്പിച്ചു. എന്നാൽ 1863 ഫുട്ബോളിൻ്റെ മോഡേൺ വെർഷൻ നിലവിൽ വന്നു. അന്ന് ഫുട്ബോൾ അസോസിയേഷൻ പ്രോപ്പറായി ഫുട്ബോളിന് നിയമങ്ങൾ നിർണ്ണയിക്കുകയും ആദ്യമായി ഹാൻഡ്ബോളിനെയും റഗ്ബിനെയും വേർതിരിച്ച് ഫുട്ബോളിനെ ഒരു ഔദ്യോഗിക ഗെയിമായി പ്രഖ്യാപിച്ചു. 1872 നവംബർ 30 ലോകത്തെ ആദ്യത്തെ ഔദ്യോഗിക ഫുട്ബോൾ മത്സരം നടന്നു. സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടും തമ്മിലായിരുന്നു ഈ മത്സരം. ഇന്ന് 3 ബില്യണിലധികമാണ് ഫുട്ബോളിന് ലോകത്ത് ആരാധകരുള്ളത്. ഇതാണ് ചൈനയിൽ ഉത്ഭവിച്ചിട്ട് മറ്റ് രാജ്യങ്ങളുടെ കോൺട്രിബ്യൂഷനിൽ കൂടെ ലഭിച്ച ഫുട്ബോൾ എന്ന കളിയുടെ ചരിത്രം. നിങ്ങളുടെ ഫേവറേറ്റ് ഫുട്ബോളറെ താഴെ കമൻറ്റ് ചെയ്യുക. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.